കാട്ടിൽ ജീവിക്കുന്ന ജന്തുക്കൾ രണ്ടുപേര് വന്യമൃഗങ്ങൾ ഏത് പാടത്താ? കടുകുപാടം. കടുകുപാടം. എടാ എഴുതോസേ നിന്നെ സിനിമയിൽ എടുത്തടാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പൊ എല്ലാവർക്കും വൺസ് മോർ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഞങ്ങളിതേ രാവിലെ തന്നെ ഇന്ന് ഒരു ടൂർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതെ, വിദേശത്തേക്ക് പോവാണ്. നേപ്പാളിലേക്ക് പോവാണ്. നേപ്പാളില് ബുട്ടുവൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പണ്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 10 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പോകാനായിട്ട്. അപ്പോൾ അവിടേക്ക് ഫസ്റ്റ് ടൈം പോകുന്നതാണ് ഞങ്ങൾ 3 പേര്. പിന്നെ ഞങ്ങൾ 3 പേര് മാത്രമല്ല, ഞങ്ങൾ 5 ഫാമിലീസ് പോകുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ എല്ലാവരും ഉള്ള വണ്ടികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് 3 വണ്ടികളുണ്ട്. അപ്പോൾ 3 വണ്ടികളിൽ 5 ഫാമിലി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാൻ പ്ലാനിട്ടേക്കാണ്. അപ്പോൾ ഇന്ന് 1 ഡേ സ്റ്റേ അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി 2ാമത്തെ ദിവസത്തെ സ്റ്റേയുടെ കാര്യമൊക്കെ അവിടെ ചെന്നിട്ടേ ആലോചിക്കുള്ളൂ. അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് നോക്കി അങ്ങനെ നിൽക്കാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൂടി നിൽക്കും, ചിലപ്പോൾ നാളെ വൈകുന്നേരത്തിന് തിരിച്ചു വരും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനുകൾ. അപ്പോൾ ഇറങ്ങേണ്ട സമയം പറഞ്ഞേക്കുന്നത് 9 മണിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി സാധനങ്ങളില്ല, എന്നാലും ഞങ്ങൾക്ക് 2 പേർക്ക് ഒരേ ചെറിയ സൂട്ട് കേസ് ഉണ്ട്, ചേട്ടനൊരു ബാഗ് ഉണ്ട്. നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിടാനുള്ള കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ നേപ്പാൾ ടൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങണേ. ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. അതെ, ബാക്കി മേക്കപ്പ് ഒക്കെ ഇവിടെ ഓൺ ദ വേ. ഇറങ്ങാൻ ടൈമായി. അപ്പോഴേ എല്ലാവരും ഓരോരുടെ വണ്ടികളിലൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. പോകേണ്ട ആൾക്കാരെയൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ നിരനിരയായിട്ട്. സുമ ടീച്ചറെ ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. ആണോ? സാരില്ല, കുഴപ്പമില്ല. ആ ശ്രീഷ ടീച്ചർ ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. അപ്പോൾ നമുക്കിനിപ്പോൾ ഇറങ്ങിയാലോ? അതെ, അവിടെ ഒരു ടീം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ 3 വണ്ടികളാട്ടോ പോകുന്നത്. അതെ, വണ്ടി ഫുൾ. 2 ദിവസത്തേക്ക് പോണേ, പക്ഷെ വണ്ടി ഫുള്ളായി എല്ലാവരുടെയും. ഇത് റെജി സാറിൻ്റെ വണ്ടി, ഇവിടെ നമ്മുടെ വണ്ടി, അപ്പുറത്ത് ഡെൽബൻ സാറിൻ്റെ വണ്ടി. അങ്ങനെ 3 വണ്ടികളായിട്ട് പോകുന്നത്. പോയിന്നോ ചെല്ലേ 5 ചെല്ലേ, എല്ലാരും പോകുന്നു. റെഡി ഒരു ഫോട്ടോ. നമ്മള് ഭൂട്ടാൻ ഞങ്ങളങ്ങനെ യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞു വണ്ടിക്ക് ആവശ്യമുള്ള പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ ഞങ്ങളിതേ യാത്ര തുടങ്ങിയേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ സുമ ടീച്ചറും ജയപ്രകാശ് സാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ വണ്ടിയിലുണ്ട്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ യാത്ര തിരിച്ചേക്കാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ തന്നെ യാത്ര. അപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, മഞ്ഞൊക്കെ ഉണ്ടാവോ, നമുക്ക് വഴിയൊക്കെ ക്ലിയറായി കാണാൻ പറ്റൂല്ലേ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു പേടി പിന്നെ തോന്നിയില്ല വണ്ടി കുറച്ച് ഓടി കഴിഞ്ഞപ്പോൾ, കാരണം വലിയ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോളിഡേ കിട്ടിയത് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം 6 ദിവസത്തെ ഹോളിഡേയാണ് ഉണ്ടായിരുന്നത്. ക്രിസ്മസിന് നാട്ടിൽ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഹോളിഡേയ്സ് വളരെ കുറവാണ്. പിന്നെ ടിക്കറ്റിൻ്റെ ചാർജ് ആയാലും ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര ചാർജാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് വെച്ചു. ഞങ്ങൾ ഓൺ ദ വേയിൽ ഒന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയത് എല്ലാവരും. കുറേ ദൂരം യാത്ര ചെയ്തു. ഇനിയുണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് 150 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ കുറച്ച് ദൂരത്തെ യാത്ര കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടേക്കൊന്ന് ഇറങ്ങി എല്ലാവരും ഒന്ന്
ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വീണ്ടും കയറാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയേക്കുന്ന. ഇവിടെ മൊത്തം ഫ്രൂട്ട്സിൻ്റെ ഏരിയ, ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ മൊത്തം ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. നമ്മളിപ്പോൾ സിദ്ധാർത്ഥ നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യം എത്തുക. അവിടെ നിന്നാണ് പിന്നെയും നമുക്ക് നേപ്പാളിലേക്കുള്ള യാത്ര. ഞങ്ങൾ വീട്ടിൽ നിന്ന് 9 മണി 9:15 കഴിഞ്ഞപ്പോഴേക്ക് ഇറങ്ങി. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും 2 മണി 2:30 ഒക്കെ ആവുമായിരിക്കും. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ അങ്ങനെ വലിയ മഞ്ഞൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ യാത്ര വലിയ കുഴപ്പമില്ല. മഞ്ഞൊക്കെ ആണെങ്കിൽ ഡ്രൈവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളപ്പോൾ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. നല്ല സൂപ്പർ വെയിൽ കാണുന്നുണ്ട്. അവിടെ ഏത് നദിയാ? നദി രാപ്തി നദി. രാപ്തി നദി വലിയ വെള്ളമൊന്നുമില്ല, ഉണങ്ങി കിടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് കാലാവസ്ഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. മഞ്ഞൊന്നുമില്ല. പിന്നെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സ്വെറ്ററും ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ 3 ഫാമിലീസിന്റെ വണ്ടികളും അടുത്തടുത്തായിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു വണ്ടി ഫ്രണ്ടിലുണ്ട്, പിന്നെ ഞങ്ങളുടെ വണ്ടി, പിന്നെ ഒരു വണ്ടി ബാക്കിൽ. അങ്ങനെയായിട്ട് 3 വണ്ടികൾ അടുത്തടുത്തായിട്ട് പോകുന്നത്. നമ്മൾ നേപ്പാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊബൈലിന്റെ സിമ്മൊന്നും അത്ര വേഗം വർക്ക് ചെയ്യില്ല. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ കയറുമ്പോൾ അവർ ആ ഹോട്ടലിൽ നിന്ന് നമുക്ക് വൈഫൈ ഒക്കെ തരുമ്പോൾ അത് വെച്ച് ആണ് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് ആരെങ്കിലും ആയിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ സിം അവിടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ എന്തോ സ്പെഷ്യൽ ചാർജുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കൊക്കെ 1500 രൂപ അങ്ങനെയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് ആ ഒരു രീതിയിലൊക്കെ കോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ പോകാൻ പറ്റിയൊരു കൺട്രിയാണ് നേപ്പാൾ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു 150 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നേപ്പാളിലേക്ക് എത്താനായിട്ട്. അപ്പം എന്തായാലും കാണാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പല പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കാണാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ഇന്ന് നമുക്ക് പോയി കാണാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കപിലവസ്തുവിനും അതുപോലെ ലുംബിനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബോർഡ് കാണാമല്ലോ. അപ്പോൾ ലുംബിനിയിലേക്ക് ഇവിടുന്ന് 35 കിലോമീറ്റർ ഉള്ളൂ, കപിലവസ്തുവിന് ഇവിടുന്ന് 21 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിദ്ധാർത്ഥ നഗറിലൊക്കെ എത്തി. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേപ്പാളിലേക്ക് അധികം ദൂരമില്ല കേട്ടോ. നമ്മൾ നേപ്പാളിലേക്ക് ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നേപ്പാൾ ബോർഡറാണ് അല്ലേ? നമ്മളിതേ നേപ്പാൾ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ വണ്ടിയൊക്കെ നമ്മളോട് സൈഡാക്കാൻ പറയുന്നുണ്ട്. ലുംബിനി ഗേറ്റ്, വെൽക്കം ടു നേപ്പാൾ. നമ്മൾ പണ്ടൊരിക്കോടെ വന്നേക്കുന്നത്, പണ്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര ചെക്കിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ കടന്നു പോന്നപ്പോ ഇവിടെ അടുത്ത് ചെക്കിങ്, കുറേ സ്ഥലത്ത് ചെക്കിങ് ഉണ്ട്. അപ്പം അങ്ങനെ ഇവിടെ അടുത്ത സ്ഥലത്ത് ചെക്കിങ്ങിന് വന്നായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ പോയി നമ്മൾ ചെക്കിങ് ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് കടന്നു പോകാൻ. വണ്ടികളെ ആൾക്കാരെയും വണ്ടിയുടെ പേപ്പറും വലിയ നൂലാമാല പിടിച്ച ചെക്കിങ്, കുറേ ചെക്കിങ് ഉണ്ട്. ബാഗിനകത്ത് നമ്മൾ ഡ്രസ്സൊക്കെ വെച്ചേക്കണമെങ്കിലും ഡ്രസ്സ് കാര്യങ്ങളെല്ലാവർക്കും തുറന്നു കാണും. ഇവിടെ അടുത്ത ചെക്കിങ്, ഇവിടെ ചെക്കിങ് ഉള്ളിടത്തൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ല കേട്ടോ. നേരത്തെ ഞാൻ ഒരു സ്ഥലത്ത് വീഡിയോ എടുത്തപ്പോഴേക്കും അവർ വീഡിയോ എടുക്കാൻ പറ്റില്ല, എടുത്ത് വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞ് അപ്പം തന്നെ അവർ ഡിലീറ്റ് ആക്കി. ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം, വീഡിയോ എടുക്കണ്ട. പിന്നെ ചെക്ക് ചെയ്യുന്നിടത്ത് ഫോട്ടോയും എടുക്കാൻ അലൗഡ് അല്ല അങ്ങനെ. അപ്പോൾ നമുക്ക് അധികം ചെക്കിങ് ഉള്ള സ്ഥലങ്ങളിലൊന്നും വീഡിയോ എടുക്കാൻ സാധിക്കില്ല. ഞങ്ങളിപ്പോ മെയിൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ അങ്ങോട്ട് കടന്നപ്പോ ഇനി എല്ലാവർക്കും വിശക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഫുഡൊക്കെ എടുക്കണതാ. ഫുഡ് ഇതേ കഴിക്കുന്നു. എന്താണ് സ്പെഷ്യൽ? കേരള പൊറോട്ട,
പിന്നെ ചിക്കൻ. ഓ ചിക്കൻ ഇവിടെ ബസ്സിയുടെ കോഴിയും കേരളത്തിലെ പൊറോട്ടയും. അപ്പൊ എല്ലാവരും ഇതേ ഇങ്ങനെ. ഇവിടെ എന്നാ സ്പെഷ്യൽ? ഇവിടുത്തെ സ്പെഷ്യൽ എന്നാ? ഇവിടെ അപ്പം കറി, ചിക്കൻ. പിന്നെ ഞങ്ങളിവിടെ എന്താ ഉണ്ടാക്കിയേക്കണേന്ന് അറിയാമോ? ചിക്കൻ കറിയും പിന്നെ പൊറോട്ട എന്ന് പറഞ്ഞാൽ UP പൊറോട്ടയും ചപ്പാത്തിയും രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ എന്നൊക്കെ പറയാം. ഇപ്പൊ സമയം എത്ര മണിയായി? 12 മണിയോ? കാട്ടിൽ ജീവിക്കുന്ന ജന്തുക്കൾ രണ്ടുപേര്. വന്യമൃഗങ്ങൾ ഒളിച്ചിരിക്കുന്നേ. കടുകുപാടങ്ങൾ പൂത്തു നിൽക്കുന്നതാണ്. ഓ എന്റെ മോനെ, എന്റെ താടിയൊക്കെ അങ്ങോട്ട് നരസില്ല. മമ്മൂട്ടി മോഹൻലാൽ സ്റ്റൈലാണോ? എപ്പോഴും സുന്ദരനാന്ന് വിചാരിക്കണ്ട, ഷേവ് ചെയ്യുമ്പോ മാത്രമേ സുന്ദരൻ. ഇത് നമ്മുടെ കടുകുപാടങ്ങൾക്ക് നടുവിൽ കൂടി ഞങ്ങൾ നിൽക്കുന്നത്. ഡർബാബാ, കടുകുപാടം നേപ്പാളിലെ കടുകുപാടമാണ്. നമ്മുടെ ഇന്ത്യയിലെ കടുകുപാടം കണ്ടിരുന്നത്. നേപ്പാളിലെ കടുകുപാടങ്ങളുടെ ഇടയിലൂടെ 4 യുവമിഥുനങ്ങൾ നടക്കുകയാണ്. ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. വേറെ അടിപൊളി കേട്ടോ, ഭയങ്കര. യുവമിഥുനങ്ങളോ? ആരെ പറ്റി പറഞ്ഞു? ഞങ്ങൾ 4 യുവമിഥുനങ്ങൾ. അപ്പോൾ അവരുടെ വീഡിയോ ഫോട്ടോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനും എടുക്കണം യുവമിഥുനത്തിയായിട്ട്. ആഹാ, ഏത് പാടത്താ? കടുകുപാടം. 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 ഇരട്ടകൾക്ക് നടുവിൽ ഒരാള്. ശ്രീശാന്തിനെ കണ്ടില്ല എന്ന് പറയണ്ടേ? ഇരട്ടകളും പരട്ടകളും. അടിപൊളി കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് നല്ല. ഓർഡർ വന്ന് കഴുത്തിന് പിടിക്കുന്നതിന് വേഗം പോലെ. നിങ്ങൾ യുവമിഥുനങ്ങളല്ലോ. നമുക്ക് നിൽക്കാതെ കഴിഞ്ഞിട്ട് അടിപൊളി 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 അടിപൊളി. അത് യുവമിഥുനങ്ങളല്ല, ഇത് യുവ കർക്കിടകങ്ങളാട്ടോ. എല്ലാവരും വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന സമയങ്ങളാണിത്. എടാ എൽദോസേ, നിന്നെ സിനിമയിൽ എടുത്തടാ. ഇതാണ് കേട്ടോ കടുക്. കണ്ടോ, ഇതിനകത്തൊക്കെ നിറച്ച് കടുകാണ്. കടുകിന്റെ ഇത് മൊത്തം കടുകാണ്. കടുകുപാടം എന്നാണ് പറയുന്നത് നമ്മളിവിടെ. കടുകുപാടം. കടുക് തന്നെയാട്ടോ. അടിപൊളി, നല്ല സീനറി കേട്ടോ. അങ്ങനെ ഇറങ്ങിയതേ നല്ല ഫോട്ടോ വീഡിയോ എന്തെങ്കിലും എടുക്കാം. കടുകിനെ സൃഷ്ടി ടീച്ചറ് ഉണ്ടോ, നല്ല ഹീറോയിനായിട്ട് നിക്കണേ. കടുക് തോട്ടത്തില് ഹീറോയിനായിട്ട്. അയ്യോ എന്ത് രസാ, എന്താ രസല്ലേ. ആ അടിപൊളി, സൂപ്പർ. എന്നാ പറയാനാ, സൂപ്പർ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ അടുത്ത ഹീറോയിനും കൂടെ ഫോട്ടോക്ക് ഇത് റെഡി ആയി നിൽക്കണം. സൂപ്പർ, നല്ല സീനറി കേട്ടോ. ഇത് അടുത്ത ഹീറോ 3 പുറകിലേക്ക് നിന്നെ മുഖത്തേക്ക് മൂടലോ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ്. സൂപ്പർ, നല്ലതാ. അഞ്ചു പാടേ ഓടിയോ. അഞ്ചു എവിടെയായിരുന്നു?
കടുകുപാടം കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല. അപ്പൊ ഞങ്ങളങ്ങനെ തൽക്കാലം വിശപ്പൊക്കെ മാറ്റി കുറെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് കടുക് തോട്ടത്തിൽ നിന്നുള്ള ഫോട്ടോ വീഡിയോ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ഒരു സീനറി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്ത് മുന്നോട്ടേക്ക് നീങ്ങാണ്. നമ്മൾ നേപ്പാളിലാണ് ഇപ്പോൾ, പക്ഷെ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇനി നമുക്കൊരു 30 കിലോമീറ്ററോളം ഇനിയും പോകണം. അപ്പോൾ യാത്ര തന്നെ യാത്ര. പക്ഷെ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തായാലും നമുക്ക് അധികം തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. എന്ന് വെച്ച് സ്വെറ്ററും ജാക്കറ്റൊന്നും ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. തണുപ്പുണ്ട്, പക്ഷെ വെയിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളിതങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു എന്തത് ടെമ്പിളാണോ? നമ്മൾ പോയ സ്ഥലമല്ലേ? ആ ടെമ്പിളാണെന്ന് തോന്നുന്നു അല്ലേ? ടെമ്പിളാണോ ഹോട്ടലാണോ അവിടെ കയറിയിട്ട് എന്തോ തിരിച്ചു പോകുന്നില്ല, ഒന്നും കാണാനൊന്നുമില്ല. ഓർക്കുന്നില്ലേ? ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, വായിക്കാൻ സമയം കിട്ടിയില്ല. വണ്ടി നല്ല സ്പീഡിലാണ്. നമ്മുടെ ഒരു സാറിൻ്റെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ആ പോകുന്ന വൈറ്റ്. പിന്നെ ഷാരി സാറിൻ്റെ വണ്ടി പുറകിൽ വരുന്നുണ്ട്. ഡെൽവൻ സാറ് ഫ്രണ്ടിൽ, ഷാരി സാറ് പുറകിൽ, നമ്മളിതാ ഇടയ്ക്കുള്ള വണ്ടി. ഇവിടെ നമ്മുടെ നമ്മൾ മുട്ടവെല്ലെത്താൻ ഇനി 15 കിലോമീറ്റർ ഉണ്ട്. 15 കിലോമീറ്റർ. ഓക്കെ ഓക്കെ. ഒരു സാർക്ക് മയങ്ങിയോ? ആ ഉറക്കത്തിലാ. ഞങ്ങള് പാട്ട് പാടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഉറങ്ങി. ആണോ? ആ നിങ്ങളുടെ പാട്ട് കേട്ട് ഞങ്ങൾ ഉറങ്ങി. 15 കിലോമീറ്റർ കൂടുതൽ പോയി ഞാൻ അടിക്കിട്ടു കേട്ടോ. 60 കിലോമീറ്റർ ഉണ്ടോ? 60 കിലോമീറ്റർ ഉണ്ടോ? 60 എന്തിന് ഇനി പോകാൻ? അതാ ഇനി പോവാൻ 15 കിലോമീറ്റർ. ആ ഓക്കെ. മുട്ടുവലിയിൽ പിന്നെ 10 കിലോമീറ്റർ. മുട്ടുവലെത്തി കഴിയുമ്പോൾ ചായ കുടിക്കും. ആണോ? പിന്നെ നമ്മള് മല കയറും. ഓ പിന്നെ എത്തി, പിന്നെ സ്ഥലം എത്തി, പിന്നെ സ്ഥലം എത്തും. നമ്മളിവിടെ സിഗ്നലൊന്ന് ഗ്രീൻ ആവാൻ വേണ്ടി നിന്നതാ. ആ നേരം വർത്താനം പറഞ്ഞ് അപ്പൊ അങ്ങനെ നമ്മൾ കടന്നു. വീണ്ടും സിഗ്നൽ കഴിഞ്ഞ് കടന്നു. ഇവിടെയൊന്നും മഞ്ഞും തണുപ്പിന്റെ ഒന്നും കാണുന്നില്ല കേട്ടോ. ലെവലേശം പോലും. അതെ, വൈകുന്നേരം ആകുമ്പോഴാണ് മഞ്ഞൊക്കെ കാണാൻ. തണുപ്പില്ല, ഇപ്പൊ മഞ്ഞുമില്ല, നല്ല വെയില്. കുട്ടുവലിലേക്ക് ഇനി 15 കിലോമീറ്റർ. നമ്മള് ഊട്ടിയിലേക്ക് പോകുന്നൊരു ഫീലിങ്. ഞങ്ങ അറ്റത്ത് ഹില്ലൊക്കെ കാണാം നമുക്ക് ചെറുതായിട്ട്. ഹില്ലി ഏരിയയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടിയിലേക്കൊക്കെ യാത്ര ചെയ്തപ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇനി ഇവിടെ നമുക്ക് അധികം ദൂരം ഇല്ല നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ. ഇനി എത്ര ദൂരം ഉണ്ട് അറിയോ? 10 കിലോമീറ്റർ. അങ്ങേ സൈഡിൽ നോക്കിയാൽ നല്ല നല്ല രസമല്ലേ കാണാൻ അവിടുത്തെ കുന്നുകളൊക്കെ.
നേപ്പാളിലെ ബസ്സുകളുണ്ടോ? അടിപൊളി ബ്യൂട്ടി കേട്ടോ. സൂപ്പർ നേച്ചർ ബ്യൂട്ടി, നല്ല സൂപ്പറാണ്. മലയും കുന്നൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഷോപ്സുകളും ഹോട്ടലുകളും ഒക്കെ ആയിട്ട് ഇതോ 2-3 ഫ്ലോറുകളുണ്ടല്ലോ, 3-4. ഇവിടെ നല്ല രസമാണ്. ഓ, നമ്മൾ പോകുന്ന വഴിയുണ്ടോ? ആ പാറക്കല്ല്, എൻ്റെ പൊന്നോ, പാറ മുകളിൽ നിന്ന് ഇങ്ങനെ ചെറുത്തായ പാറകളാണ്. താഴേക്ക് നോക്കിയാൽ വലിയ കൊക്ക. അയ്യോ, താഴേക്ക് നോക്കിയാൽ വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട്. മഴ പെയ്ത് കഴിയുമ്പോഴേ ആ എപ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പം എന്തായാലും നമുക്ക് മഴയൊന്നും ഇല്ലാത്ത ഭാഗ്യം. പൊടി കേട്ടോ, ഈ വഴിയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ പൊടിയായി, മണ്ണും പൊടിയൊക്കെ ആയിട്ടുള്ളൊരു വഴി. ഇതുവരെ റോഡൊക്കെ നല്ല സൂപ്പറായിരുന്നു, അടിപൊളി റോഡായിരുന്നു. ഇപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ പോയി റോഡിൻ്റെ, അല്ലേ? പുക ഭയങ്കര ഹൈറ്റിലാട്ടോ. ഈ മലകളൊക്കെ ഇങ്ങനെ ഭയങ്കര ഓവർ ഹൈറ്റ് ഫീൽ ചെയ്യും. നമ്മളിപ്പോഴും യാത്രയിൽ തന്നെയാണ്, താമസിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കൂടെ നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആവും. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അങ്ങോട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. Bye bye.